ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ്. കാരണം ദ ഫുട്ബോൾ ടെറസ്, ഏതാണ്ട് ഏകദേശം 500,000 സബ്സ്ക്രൈബർ ഉള്ള ദ ഫുട്ബോൾ ടെറസ് നടത്തുന്ന മിസ്റ്റർ ടെറിയുമായിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി ലൈവിൽ. അപ്പോൾ ആ വീഡിയോയുടെ ഒരു ഡീകോഡിങ് വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി ദ ഫുട്ബോൾ ടെറസ് എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ പലർക്കും പരിചിതമായിരിക്കും. പരിചയമില്ലാത്തവർക്ക് വേണ്ടി പറയാം, 500,000 സബ്സ്ക്രൈബറാണ് ഉള്ളത്. ഫുട്ബോളിനെ പറ്റി ഡെയിലി സംസാരിക്കുന്ന ആളാണ് മിസ്റ്റർ ടെറി. ടെറി ബേസിക്കലി ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകനാണ്. അങ്ങനെയാണെങ്കിൽ പോലും ദ ഫുട്ബോൾ ടെറസിൽ പുള്ളി വളരെ നോൺ ബയസ്ഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഏതൊക്കെ ടീം നന്നായിട്ട് പെർഫോം ചെയ്യുന്നു ആ ടീമിനെ പറ്റി നന്നായിട്ട് സംസാരിക്കും, ഏതൊക്കെ ടീം മോശമായിട്ട് പെർഫോം ചെയ്യുന്നു ആ ടീമിനെ പറ്റി മോശമായിട്ട് സംസാരിക്കും. അല്ലാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ചാരി നിന്നുള്ള സംസാരം അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അതുകൊണ്ടാണ് എനിക്ക് ആ ചാനലിനോട് ഒരുപാട് ഇഷ്ടമുള്ളത്. അതുപോലെ തന്നെ ആയിരിക്കും ആ ബാക്കിയുള്ള ഫോളോവേഴ്സിനും ആ ചാനലിനോടുള്ള സ്നേഹം. ബേസിക്കലി ഇന്നത്തെ പർട്ടിക്കുലർ വീഡിയോ ബേസിക്കലി ട്രാൻസ്ഫർ വിൻഡോയെ പറ്റിയുള്ള ഒരു സംസാരമായിരുന്നു. ആ കോളിൽ എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയത്, എന്നെ കോളിലേക്ക് കയറ്റാൻ കാണിച്ച ആ മനസ്സിന് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ടെറിക്ക് താങ്ക്സ് പറയുന്നു. എന്നാൽ നമുക്കിനി സമയം കളയാതെ നേരെ ഞാനും ടെറിയുമായിട്ട് നടത്തിയ ആ ട്രാൻസ്ഫർ വിൻഡോ ടോക്സിലേക്ക് കടക്കാം. I know that you're a Man United fan. So what do you think about the Gyökeres situation? This is number one question that I have for you. Second, as you can see, the transfer market these years, especially this year, it has started off very pacey way. It didn't used to be this way. A lot of deals are getting done a lot earlier. Zubimendi for Arsenal to be one. A lot of deals are getting done very early on, and a lot of hot links are getting linked very early on. What do you think this is happening? I think this is a new trend, if I'm not mistaken. ബേസിക്കലി ഞാനിവിടെ രണ്ട് ചോദ്യമാണ് ചോദിക്കുന്നത്. ഒന്ന് ഗ്യോക്രേസിനെ പറ്റി, രണ്ട് ഈ ട്രാൻസ്ഫർ വിൻഡോ, അതായത് എസ്പെഷ്യലി ഇപ്പോൾ തുടങ്ങിയിട്ടില്ല, ഈ തുടങ്ങാൻ പോകുന്ന ട്രാൻസ്ഫർ വിൻഡോ എന്തുകൊണ്ടാണ് ഒരുപാട് ഡീൽസ് ഈ ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സംഭവിക്കുന്നത്? കാരണം ഇത് അങ്ങനെ നമ്മൾ ഒരു സ്ഥിരമായിട്ട് കാണുന്നതല്ല, ഇത്രയും അളവിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സംഭവമല്ല. സോ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? അതായത് ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സുബിമെൻഡിനെ സൈൻ ചെയ്യുന്നു, അതുപോലെ തന്നെ ലിവർപൂൾ റെഡ്സിനെ സൈൻ ചെയ്യുന്നു, റോഡ്രിഗുമായിട്ട് ലിങ്ക് ആവുന്നു, അങ്ങനെ ഒരുപാട് ലിങ്ക് ഉണ്ടായിരുന്നു, പണ്ടില്ലെന്നല്ല പറയുന്നത്. പക്ഷേ ഇത് കോൺക്രീറ്റ് ആണ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഇവരൊക്കെ 90% നടക്കാൻ സാധ്യതയുള്ള ലിങ്ക്സ് ആണ്. പണ്ട് ഇത്രയും വരുന്നില്ലായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇങ്ങനൊരു ട്രെൻഡ് എന്നുള്ള ഒരു ചോദ്യമായിരുന്നു എൻ്റെ രണ്ട് ചോദ്യം. ബേസിക്കലി നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. The first question you posed about Gyökeres. I think Arsenal are currently the favourites. I believe the reports in Portugal because നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതിൻ്റെ തൊട്ട് ഗ്യോക്കറേസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് ലിങ്ക്ഡ് ആണ്, അതുപോലെ തന്നെ ആർസണലുമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ ടെറി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് ഇപ്പോഴും ഫേവറേറ്റ്സ്. അതിന് കാരണവും പറയുന്നുണ്ട്. To this degree, the Portuguese press don't care about saying it's an official or unofficial bid. They don't care about saying personal terms will be no problem. They just say personal terms are agreed. They're very unforgiving. They just, like, you know, if Arsenal haven't put an official bid in via the official channels, but Bert has had an unofficial conversation and kind of got a deal mapped out, and the Portuguese press get hold of it, they'll just say a deal is agreed. And you know, Arsenal might finalise it. They won't mess around. So I think you guys have done the groundwork. അപ്പോൾ ഇവിടെ കൂടുതലും ടെറി സംസാരിക്കുന്നത് പോർച്ചുഗീസ് മീഡിയനെ പറ്റിയാണ്. അവരിങ്ങനെ വലിയ ഡീറ്റെയിൽസിലേക്കൊന്നും പോകാറില്ല, നേരെ ഒറ്റയടിക്ക് അങ്ങ് അടിച്ചു വിടും. അവർക്ക് എന്തെങ്കിലും ഒരു അറ്റവും മൂലയും കിട്ടിയാൽ മതി, അപ്പോൾ തന്നെ അവർ അടിച്ചു വിടും. ലൈക്ക് ഓൾറെഡി സംസാരിച്ചു, ഓൾറെഡി എഗ്രീഡ് ആണ് എന്നുള്ള രീതിയിലുള്ള പബ്ലിഷിംഗ് ആണ് പോർച്ചുഗീസ് മീഡിയ ചെയ്യുന്നതെന്നാണ് ടെറി പറയുന്നത്. സോ ടെറി പറഞ്ഞു വെക്കുന്നത് ബേസിക്കലി ആൻഡ്രേ ബർട്ട നല്ല രീതിയിൽ തന്നെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്, ഓക്കെ, അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ ഒരു ഡീല് ട്രിഗർ ചെയ്തിട്ടില്ല എന്നാണ് ടെറി പറഞ്ഞു വെക്കുന്നത് ബേസിക്കലി. But I don't think you've triggered it because Isak. Equally, I don't think Gyökeres is completely
and utterly said 100% I'm going to Arsenal yet. So I think multiple parties are working on different deals. I think you're the favourites to get him, though. I think Man United are still going to have a push. Still think Man United are going to have an attempt. I'd love us to take him off your hands. But as of right now, it does feel like you guys are the front runners. But you lot might change your mind. And that's the interesting thing. You might go, actually, we've decided now after reviewing things, Šeško's the main man, and it opens that door for Man United with Gyökeres, which is why we can't just pull away. You have to keep the interest up. So I think it's a really interesting one. നമ്മൾ യോക്രൈസിനെ ചേസ് ചെയ്യുന്നത് പോലെ തന്നെ ബാക്കിയുള്ള പ്ലെയേഴ്സിനെയും ചേസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് സെസ്കോ, ഈസാക്ക്, ഇങ്ങനത്തെ പ്ലെയേഴ്സിനെ നമ്മൾ ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ മൂവിങ് പീസസ് ഉള്ളത് കൊണ്ടാണ് ബേസിക്കലി ഇതുവരെ ആ ഡീൽ അങ്ങോട്ട് ആ ലൈൻ അങ്ങോട്ട് ക്രോസ് ആവാത്തതെന്നാണ് ടെറി ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ടെറി എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻ യുണൈറ്റഡ് ഗ്യോക്കറേസിൻ്റെ റേസിൽ നിന്ന് പിന്മാറാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ വേറൊരു ഓപ്ഷനുമായിട്ട് പോവുകയാണെങ്കിൽ ഗ്യോക്കറേസ് വേണ്ട സെസ്കോ മതി എന്നുള്ളൊരു ഓപ്ഷനുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ മാൻ യുണൈറ്റഡിന് അപ്പോൾ ഇടിച്ച് കയറി ചെന്ന് ഗ്യോക്കറേസിനെ സൈൻ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ടെറി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ടെറിക്ക് പേഴ്സണലി ഗ്യോക്കറേസിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വന്നാൽ കൊള്ളാം എന്നാണ് ടെറിയുടെ പേഴ്സണലി താല്പര്യമുള്ള കാര്യവും. But that also funnels into your second question, because why is it so heavy this summer? ഇവിടെയാണ് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത്. ഞാൻ ചോദിച്ച സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക്, എന്തുകൊണ്ടാണ് ഈ ഒരു സീസൺ ഇത്രയും ഹെവി ആയത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. One, a number of teams didn't really spend last year. So Arsenal didn't really spend, Liverpool spent nothing. I know City spent in January, but they didn't spend a lot last summer. Two, നമ്പർ വൺ, കഴിഞ്ഞ സമ്മറിൽ ഈ ടോപ്പ് ടീംസ് ആരും അധികം സ്പെൻഡ് ചെയ്തിട്ടില്ല. ആർസണൽ ആയാലും ശരി, ലിവർപൂൾ ആയാലും ശരി, മാൻ സിറ്റി ആയാലും ശരി, ആരും ഒരു ടീമും അധികം സ്പെൻഡ് ചെയ്തിട്ടില്ല. മാൻ സിറ്റി യെസ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ജാനുവരി വിൻഡോയിൽ. മർമൂഷ്, കുഷ്നോവ് ഇവരെ രണ്ടുപേരെയും കൊണ്ടുവന്നിട്ടുണ്ട്. അതല്ലാതെ വലിയ സൈനിങ് ഒന്നും കഴിഞ്ഞ സമ്മറിൽ നടന്നിട്ടില്ല. ഇതൊരു റീസൺ ആയിട്ടാണ് ടെറി പറയുന്നത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ റീസൺ ടെറി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. Two, the players. The players have been very clever. A lot of players now are not doing what I call the Harry Kane and signing their life away for too many years. They're letting contracts run down. So there's a lot of players this summer. രണ്ടാമത്തെ റീസൺ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പ്ലേയേഴ്സ് ഇൻവോൾവ് ആണ് എന്ന്. അപ്പം അതൊരു അടിപൊളി ഒരു എക്സാമ്പിളും ടെറി തന്നെ പറയുന്നുണ്ട്. ബേസിക്കലി ഹാരി കെയ്ൻ, അത് ആരും ഇപ്പോൾ ഹാരി കെയ്ൻ ചെയ്യുന്ന പോലെ ചെയ്യാറില്ല. എന്താണ് 7 വർഷം 8 വർഷം അതുപോലൊന്നും ഡീൽസ് ഒന്നും ഇപ്പോൾ സൈൻ ചെയ്യാറില്ല എന്നാണ് ടെറി ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Last year or two of their contracts, the buyout clauses, especially for players at English clubs, never seen it before. So, for instance, with Cunha, 5 years ago, if this situation was around, Wolves would go 100 million, and then nobody would buy him because nobody would be willing to pay £100 million for him. There's a lot of buyout clauses now, and there's also a lot, both in England and abroad. Cherki available for 20 million, as an example. Gyökeres available for 55 million. Gyökeres, in a normal circumstance with the season he's had, you'd be looking at 110, 120, which puts people off because they go, well, we need 4 players this summer, and that's going to take up 60, 70% of our budget, so they don't do it. So I think it's a combination of lots of teams didn't spend last year, and there's lots of players available for very... You think about Joan Garcia, 20 million they're saying he's available for. Delap available for 30 million. So many players are available for what you would consider to be cut price versus the fees of 2 or 3 years ago. So I think players have cottoned on to the fact that they're going to sign deals now with these slightly smaller clubs. They've got to get good buyout clauses, and they need to have a situation where you go, right, I've signed for Brighton in 2002. I've signed a 5-year deal to 2027, but I won't sign a renewal. That way you get to 2025 and Brighton can't go 120 million because there's 2 years left on the deal for a 24-year-old. So they're forced into giving you a good price for the player. Does that make sense? So I think it's a combination of all of these things that's really speeding the mark. Plus Saudi. You add Saudi in, who are going to break records this summer. And I think what we might see, just an early prediction, I think we might see a summer that sees those mid-level clubs, and I'm talking mid-level financially, Brightons, Bournemouths, Brentfords, I think we might see a lot of their good players just all taken away. I think you could see Baliba and Matoma
both go. You could see Vissa and Mbomo both leave. You could Wolves. I've got Cunha and a few others. I think you could see 2 or 3 of the stars of all those teams be bought by other Prem clubs, European clubs, and Saudi this summer, which will change. I mean, even Forest could lose Nuno. Gibbs White could go. Their centre backs are now in demand. And it's like, are you really going to replace them with players that are just as good? It's hard. So I think this summer's going to be amazing. And I think next season, you can see a massive switch around in the teams that we look at as dangerous versus not so much. It's going to be very, very interesting. Very interesting. ബേസിക്കലി രണ്ട് കോമ്പിനേഷൻ കൊണ്ടാണ് ഈ സീസണിൽ ഇത്ര അധികം ആക്ടിവിറ്റി ട്രാൻസ്ഫർ വിൻഡോയിൽ നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഒന്ന്, കഴിഞ്ഞ സീസണിൽ ആരും സ്പെൻഡ് ചെയ്തിട്ടില്ല അധികം ടോപ്പ് ടീംസ്. രണ്ട്, പ്ലെയേഴ്സിൻ്റെ ഈ ലോങ് ടേം കോൺട്രാക്റ്റ് ഒഴിവാക്കിയിട്ട് പ്ലെയേഴ്സ് വളരെ സ്മാർട്ടായിട്ട് വളരെ ഷോർട്ട് ടേം കോൺട്രാക്ട്സ് ആണ് സൈൻ ചെയ്യുന്നത്. സോ അത് രണ്ടും എന്താണ് പറയുന്നത്, അലൈൻമെൻറ്റ്, കോസ്മിക് അലൈൻമെൻറ്റ് വന്നതുപോലെ സംഭവിച്ചു. അതുകൊണ്ടാണ് ഈ സീസൺ ഇത്രയും ആക്ടിവിറ്റി വരാൻ കാരണം എന്നാണ് പറയുന്നത്. വിത്ത് എക്സാമ്പിൾ ജോൺ ഗാർസിയ, അതുപോലെ തന്നെ ഡിലാപ്പ്, ഇവരൊക്കെ ഇപ്പം 20, 30, 40 മില്യൺ ഇതിനൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇത് 2-3 വർഷത്തിന് മുമ്പാണെങ്കിൽ ഇതൊന്നും ഇങ്ങനെ 30 മില്യൺ 40 മില്യൺ എന്നുള്ള രീതിയിലൊന്നും അവൈലബിൾ ആവാൻ സാധ്യതയില്ല. അഗൈൻ ഇറ്റ്സ് ഓൾ കമ്മിങ് ഡൗൺ ടു കോൺട്രാക്ട്. ഇനിയിപ്പോൾ ആകെ 1 വർഷം കൂടെ അല്ലെങ്കിൽ 2 വർഷം കൂടെ ഉള്ളൂ കോൺട്രാക്ട് തീരാനെങ്കിൽ ഒരു ക്ലബിന് ആ പ്ലെയറിനെ വിൽക്കുന്നതായിരിക്കും, എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ആ പ്ലെയറിനെ വിൽക്കുന്നതാണ് കുറച്ചുകൂടെ ബുദ്ധിപരമായ നീക്കം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇതൊക്കെ ഈ കട്ട് പ്രൈസ് വരുന്നത്. ബേസിക്കലി പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മിഡ് ലെവൽ ക്ലബ്ബ്, അതായത് ബ്രൈറ്റൺ, ആസ്റ്റൺ വില്ല, ഇങ്ങനത്തെ കുറേ മിഡ് ലെവൽ ക്ലബ്സിന്, ബേസിക്കലി നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്, ഇങ്ങനത്തെ കുറേ ക്ലബ്സിന് ഇവരുടെയൊക്കെ ടോപ്പ് പ്ലെയേഴ്സ് സൗദി ലീഗിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് ടെറി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഡേഞ്ചറസ് ആയിട്ട് കാണുന്ന ടീംസൊക്കെ നെക്സ്റ്റ് സീസണിൽ അത്ര ഡേഞ്ചറസ് ആവത്തില്ല. കാരണം ഈ പറയുന്ന സൗദി ലീഗും ഈ ബിഗർ ക്ലബ്സായ എന്താ പറയുക മാൻ സിറ്റി, ലിവർപൂൾ, ഇവരൊക്കെ പ്ലെയേഴ്സിനെ മേടിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടിരിക്കുന്ന ടീമൊക്കെ കുറച്ചുകൂടെ വീക്കാവും എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ സൗദി ലീഗിൻ്റെ എൻട്രിയും ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണല്ലോ, വൂൾസിൽ നിന്ന് കുനിയ പോയപ്പം അവരുടെ അത്രയും ആ ഒരു പെർഫോമൻസ് ഡിപ്പ് അവിടെ എന്തായാലും വരുമല്ലോ. സോ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേറൊരു ആൾ വേണമല്ലോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ടെറി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. And what do you think about the Rodrigo situation? I know you spoke earlier about this wages and everything, and Arsenal. ഇപ്പം എനിക്ക് സംസാരിക്കാൻ ഇനി അവസരം കിട്ടിയപ്പോൾ ഞാൻ ആ സമയമൊന്നും കളഞ്ഞില്ല. ഞാൻ ഉടനെ റോഡ്രിഗോയെ പറ്റി ചോദിച്ചു, എന്താണ് റോഡ്രിഗോയുടെ ആ ഒരു സിറ്റുവേഷനെ പറ്റി നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു. കാരണം റോഡ്രിഗോ ചോദിക്കുന്നത് 10 മില്യൺ നെറ്റാണ്, അതായത് ഓൾമോസ്റ്റ് 2,90,000 പെർ വീക്ക് വേജാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ വേജസ് കൊടുക്കുന്ന ഹാവേർട്സിനാണ്. സോ നമ്മൾ ആർസണലിൻ്റെ കാര്യത്തിൽ ഈ വേജസിൻ്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അവർ ഇനീഷ്യൽ ട്രാൻസ്ഫർ ഫീ മൈൻഡ് ആക്കത്തില്ലെങ്കിലും, പക്ഷേ വീക്ക്ലി വേജസിൻ്റെ കാര്യത്തിൽ ആർസണൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കമ്പയർഡ് ടു അതർ ക്ലബ്സ്. മാൻ സിറ്റി ആണെങ്കിൽ ഭയങ്കരമായിട്ട് കൊടുക്കും. ദേ ഹാവ് 300,000, 400,000 അങ്ങനെയൊക്കെ കൊടുക്കാൻ മാൻ സിറ്റി ഒക്കെ റെഡിയാണ്. പക്ഷേ ആർസണലിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, 200, 220,000 ഇത്രയൊക്കെ കൊടുക്കത്തുള്ളൂ. അതേസമയം റോഡ്രിഗോ ചോദിക്കുന്ന 290,000 പൗണ്ടാണ്. സോ അതിനെപ്പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. വാട്ട് ഡു യു തിങ്ക്? റോഡ്രിഗോ വരാൻ ചാൻസ് ഉണ്ടോ? ആർസണലിൽ ഇതിനൊരു എക്സെപ്ഷൻ കൊണ്ടുവരുമോ എന്നാണ് ഞാൻ basically ടെറിയോട് ചോദിക്കുന്നത്. And everything, and Arsenal are very strict when it comes to wages. They don't have like huge wages. Correct me if I'm wrong. Do you think they will break the bank for Rodrigo? I think they should. I think if Arsenal brief, we can't get him because he wanted 290,000 a week. That brief's not true. He said no. I think that will make him the highest paid player in Arsenal. The thing is that you some will argue, well, he hasn't done as much for the club as Saka, so why should he be paid more? My argument, you look at Howard's payment. He's a winner. He's a winner. He's won everything. He's a top class player. And if you want to attract him, you look at what Liverpool are doing with Wirtz. You've got to pay the money. For me, if Arsenal brief that the wage demand was too high at 15 million a year, 290,000 a week, I feel there's a little bit of
nah, the player wasn't interested in joining, and you're kind of using, like City have done with Verts, it's too expensive. No, you just got told no, and you're trying to make it sound about money, because if you're paying Kai Havertz 250 a week, why would you not pay Rodrigo 290? The math don't. Exactly. And let's say it doesn't work out. Do you see Nico Williams പറയുന്നത് ലിവർപൂൾ ചെയ്യുന്ന കണ്ടില്ലേ, വേർഡ്സിനെ കൊണ്ടുവന്നത്? സോ റോഡ്രിഗോ ഒരു വിന്നറാണ്, ചാമ്പ്യൻസ് ലീഗ് ജയിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ടോപ്പ് ക്ലാസ് പ്ലെയർ ആണ്. അങ്ങനെ നോക്കുമ്പോൾ ആർസണൽ ഷുഡ് ബ്രേക്ക് ദ ബാങ്ക് എന്നാണ് ടെറി പറയാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടെ എക്സ്ട്രാ ഹാവേർഡ്സ് മേടിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ എക്സ്ട്രാ കൊടുത്താൽ എന്ത്, റോഡ്രിഗോനെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് നമ്മുടെ ടെറി പറയുന്നത്. ഇപ്പോൾ ആ ഡീല് നടന്നില്ലെങ്കിൽ ആർസണൽ ഇതിനെ എങ്ങനെയായിരിക്കും മീഡിയയുടെ മുന്നിൽ പൊതിയാൻ പോകുന്നത് എന്നുള്ള ഒരു സിറ്റുവേഷനാണ് ടെറിയുമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അഥവാ റോഡ്രിഗോ വന്നില്ലെങ്കിൽ ചെൽസി മേടിക്കുകയാണ്, അല്ലെങ്കിൽ ലിവർപൂൾ മേടിക്കുകയാണ്, അല്ലെങ്കിൽ മാൻ സിറ്റി മേടിക്കുകയാണെങ്കിൽ ബേസിക്കലി ആർസണൽ പറയാൻ പോകുന്നത് എന്താണ്, പ്ലെയർ ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു വരാൻ എന്നുള്ള രീതിയിൽ പൊതിയും എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിന് പെർഫെക്റ്റ് ഒരു എക്സാമ്പിളും പറയുന്നുണ്ട്. വേർഡ്സ് മാൻ സിറ്റി നോക്കിയായിരുന്നല്ലോ. അപ്പം മാൻ സിറ്റിക്ക് പറ്റാതെ വന്നപ്പം മാൻ സിറ്റി എന്താ പറഞ്ഞത്, വേർഡ്സ് ചോദിച്ച വേജസ് കൂടുതലായിരുന്നു, അതുകൊണ്ടാണ് മാൻ സിറ്റി വേർഡ്സിനെ സൈൻ ചെയ്യാതിരുന്നത് എന്ന് പറഞ്ഞത്. മാൻ സിറ്റിയുടെ ഒരു എക്സ്ക്യൂസ് അതായിരുന്നു. മാൻ സിറ്റിയെ പോലെ ഒരു ടീമിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വീക്ക്ലി വേജസ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. സോ ഇങ്ങനത്തെ കുറേ എക്സ്ക്യൂസസ് വരാൻ സാധ്യത ഉണ്ട് എന്നാണ് ടെറി പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനൊരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ കിട്ടും. ഇപ്പോൾ ഇങ്ങനെ സമയം തന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ വേസ്റ്റ് ചെയ്തില്ല, ഞാൻ ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്നത്. ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ റോഡ്രിഗോ വന്നില്ലെന്ന് വെച്ചോ, നീക്കോ വില്യംസ് വരാൻ ചാൻസ് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഡു യു സീ നീക്കോ വില്യംസ് maybe for Arsenal? Look, I think that one thing I think sensible by your approach is talking to Nico Williams, Anthony Gordon, Rafael Leao, Lookman. You are certainly looking to improve that area, and equally, Rodrigo might agree to 290. You might agree to pay it, but then Alonso comes in and says, "Listen, you're going to have this role next year, and you're going to be integral." And the player says, "I'll stay." You could have a situation where City come in and break the bank and go, "We'll pay him 400 grand a week to come here," and then you get into the realms where it might not be sensible, because you may look at it and go, "Well, actually, we can get this is maybe the view of Berta. We can get Leao or Nico Williams for 250 grand a week, and we think there's only a marginal difference between the two. We think Rodrigo is better, but actually, is it worth 400 grand a week in salary?" Yeah. You have to weigh these things up sometimes. Yes. We've done these debates before on the terrace where people go 150 for Isak or 150 million for Zubamendi, Rodrigo, and Gyökeres. I think that's better spent. Does that make sense? Yes. I think that's a better investment of that same money. So you have to weigh that up, but you're certainly looking at multiple players in those areas. And I would say this, of all of them, like Rafael Leao would be the bottom of the list for me if I was an Arsenal fan, but I still think he's good. Then I'm saying Lookman, then I'm saying Nico Williams, then I'm saying Anthony Gordon, then I'm saying Rodrigo. The point being is, though, they're all better than Martinelli. Yeah. And I think that's the thing that Arsenal got to aim for, is to improve on those positions as best they can. So, പുള്ളിയുടെ ഉത്തരം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് ആർസണൽ ഫാൻസിന് വേണ്ടി. അപ്പം ടെറി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർസണൽ അതായത് ആൻഡ്രെ ബേട്ട ചെയ്യുന്ന ഒരു നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോഡ്രിഗോനെ നോക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നമ്മുടെ നിക്കോ വില്യംസിനെ നോക്കുന്നുണ്ട്, ആൻ്റണി ഗോർഡനെ നോക്കുന്നുണ്ട്, റഫേൽ ലിയാവോനെ നോക്കുന്നുണ്ട്, അങ്ങനെ കുറേ പ്ലേയേഴ്സിനെ നോക്കുന്നുണ്ട് സെയിം ടൈം. ഇപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് ഫ്ലോപ്പ് ആയാൽ തന്നെ നേരെ സ്വിച്ച് ചെയ്ത് അടുത്ത ബെസ്റ്റിലേക്ക് പോവാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ആര് വന്നാലും ശരി, ഇപ്പം മാർട്ടിനെല്ലിനെക്കാട്ടിലും ബെറ്റർ പ്ലെയേഴ്സാണ് ഈ പറയുന്ന റോഡ്രിഗോ ആയാലും ശരി, പറയുന്ന നിക്കോ വില്യംസ് ആയാലും ശരി, റഫേൽ ലിയോ ആയാലും ശരി, എല്ലാവരും ഇപ്പോഴത്തെ ഈ മാർട്ടിനെല്ലിനെക്കാട്ടിലും ബെറ്റർ ഒരു അപ്ഗ്രേഡ് തന്നെയായിരിക്കും. അതൊരു മസ്റ്റ് അപ്ഗ്രേഡ് തന്നെയാണ് എന്നാണ് ടെറി പറയാൻ ഉദ്ദേശിക്കുന്നത്. I just want to close off by saying that I really like how Andre Berta is working. He's being a little bit aggressive than Edu, I would say, and I saw a report saying that Arsenal are not like before. They are being very aggressive. They are poking at every player's contract and everything. So
it's really welcoming to see that change, honestly. So I hope he does some good work with the transfer window, basically. Mate, yeah, I've heard a lot of Arsenal fans say that, and I'm going to take your guys' word on it because it's your club and you notice these things more than an outsider like me. Jojo, always a pleasure, mate. Thank you for calling in and watching the show. It means a great deal. Cheers, mate. Thank you very much indeed. Viewers, make sure you hit the like button if you haven't done so already. ലാസ്റ്റ് ഞാൻ പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ റിപ്പോർട്ട് കണ്ടായിരുന്നല്ലോ പണ്ട് എഡു ഗ്യാസ്പർ ഈ ആരെ അറിയിക്കാതെ ചെയ്യുന്ന ട്രാൻസ്ഫർ വിൻഡോ പോലൊന്നുമല്ല ആൻഡ്രേ ബർട്ടയുടെ ട്രാൻസ്ഫർ വിൻഡോ. ആർസണലിൻ്റെ ഇപ്പോഴത്തെ ട്രാൻസ്ഫർ വിൻഡോ എന്ന് പറഞ്ഞാൽ എല്ലാം കുറച്ചുകൂടെ പബ്ലിക്കാണ്, കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നുണ്ട്. ഞാൻ പറയും ഇതൊരു ക്വസ്റ്റ്യൻ അല്ലായിരുന്നു, ഇത് മോർ ലൈക്ക് എ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ നടക്കുന്ന കാണുന്നത് എനിക്ക് നല്ല സന്തോഷമുണ്ട് എന്നാണ് പറഞ്ഞത്. സോ അവിടെ കൊണ്ട് ആ കോള് തീരുകയാണ്. അപ്പം പുള്ളി പറയാണ് നിങ്ങൾ ആർസണൽ ഫാൻസിനാണ് ഇതിനൊക്കെ കൂടുതൽ അറിയാൻ പറ്റുന്നത്, സോ അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും കമൻറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ കോള് അവസാനിക്കുകയായിരുന്നു. ഇറ്റ് വാസ് വണ്ടർഫുൾ ടു ടോക്ക് ടു ഹിം. കാരണം പുള്ളിക്ക് ഈ വക സബ്ജക്റ്റിനെ പറ്റിയൊക്കെ കുറച്ചുകൂടെ വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റും. ഡെയിലി വീഡിയോ ഇടുന്ന ആളാണ്, ഡെയിലി ട്രാൻസ്ഫർ വിൻഡോയെ പറ്റി സംസാരിക്കുന്ന ആളാണ്, കൂടാതെ UK ഉള്ള ആളാണല്ലോ. സോ കുറച്ചുകൂടെ കോൺടാക്ട്സ് കൂടുതലാണ് ഈ പറഞ്ഞ ഏജൻസുമായിട്ടൊക്കെ. ഡെഫിനറ്റ്ലി ഇൻസ്റ്റഗ്രാം ആയാലും ശരി പേഴ്സണൽ കോൺടാക്ട്സ് വരെ കാണും. സോ അത്രയ്ക്ക് ഫുട്ബോളുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള കുറച്ചുകൂടെ ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആളുമായിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും സംസാരിക്കാൻ അവസരം കിട്ടുവാണെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോ ഇടാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.